ഗേൾസ്, അങ്ങനെ ഓൺ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പക്ഷെ നമുക്ക് പഠിച്ചു തീർക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, എങ്ങനെയാ തീർക്കുക, എന്താ ചെയ്യാണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ഈ ഒരു വീഡിയോയിൽ മിസ് എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് തേർഡ് ചാപ്റ്റർ ഏതാടാ വരുന്നത്? നമ്മുടെ ട്രയാങ്കിൾസ് അല്ലേ, ത്രികോണങ്ങളല്ലേ? ആ ഒരു ചാപ്റ്റർ കിഡിലനായിട്ട് ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചു തരാൻ പോവാ. ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ അല്ലെ? യെസ്. അപ്പൊ ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓൺ എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോട്ടോ. നമ്മുടെ എജ്യൂപോർട്ടിന്റെ മക്കള് അടിപൊളിയായിട്ട് ഇന്നലെ മുതൽ അവർ പഠിച്ചു തുടങ്ങി. ഇന്നലെ 2 മാത്സിന്റെ ചാപ്റ്റേഴ്സ് പഠിച്ചു. ഇന്ന് ഇവർ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ അങ്ങനെ അടിപൊളിയായി പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ വെറുതെ നിങ്ങൾ ടൈം കളയണ്ട, എന്ത് ചെയ്യുക, ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്യുക. സെറ്റല്ലേ? ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ട്രയാങ്കിൾസിലെ ത്രികോണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് 3 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് വരയ്ക്കാനാണ് മക്കളോട് ചോദിക്കുക. ഒന്നാമത്തെ പറഞ്ഞാൽ 3 സൈഡ്സ് വരും. SSS എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് എന്നിട്ട് നിങ്ങളോട് പറയും ട്രയാങ്കിൾ വരയ്ക്കൂ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വരയ്ക്കേണ്ടി വരും. അതുപോലെ 2 സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും തന്നിട്ട് നിങ്ങളോട് പറയും ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അതുപോലെ ഒരു സൈഡും അതിന്റെ 2 അറ്റത്തുമുള്ള ആംഗിളും തന്നിട്ട് ഇവർ പറയും ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും. അപ്പൊ ഈ 3 ടൈപ്സ് ട്രയാങ്കിൾ എന്റെ മക്കളോട് ചോദിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ മിസ് ആ 3 ടൈപ്പ് അങ്ങ് പഠിപ്പിച്ചെന്നാലോ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ വേഗം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ. എന്ത് ചെയ്യാം, നമുക്ക് ട്രയാങ്കിൾ പൊളിച്ച് പഠിക്കാം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ് 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. വശങ്ങൾ 3, 4, 6 ആയിട്ടുള്ള ത്രികോണം വരയ്ക്കുക. അങ്ങനെ ഒരു വരയ്ക്കാനുള്ള ചോദ്യം വന്നാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു റഫ് ഫിഗർ വരച്ചു നോക്കുക. അതായത് ഇത് നോക്കിയേ, ഒരു സൈഡ് എത്രയാന്നാ പറഞ്ഞത്? ഒരു സൈഡ് 3 ആണ്, ഒരു സൈഡ് 4 ആണ്, ഒരു സൈഡ് 6 ആണ്. ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. 3, 4, 6 എന്ന് ഏത് ഭാഗം വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ 3, 4, 6 എന്ന് ഓരോ ഭാഗത്തിനും നമ്മൾ ഓരോ മെഷർമെന്റ്സ് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. എന്തൊക്കെ വേണം നമുക്ക് ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ? 3 സൈഡ്സ് ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ സ്കെയിൽ വേണം. അതുപോലെ നിങ്ങളുടെ കോമ്പസും എടുത്ത് വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മക്കൾ ആദ്യം എന്ത് ചെയ്യുക? 4 സെന്റിമീറ്റർ അല്ലേ ഈ ലൈൻ എന്ന് പറയുന്നത്? 4 സെന്റിമീറ്റർ ആണ് അല്ലെ? ആ 4 സെന്റിമീറ്ററിലെ ലൈൻ ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ടാസ്ക്. എന്തോ പണിയുണ്ടോ? ഒരു പണിയുമില്ല അല്ലെ? ഇനി അടുത്തത് നോക്കിയടാ, അടുത്തത് നോക്ക്. നമുക്ക് ഇവിടുന്ന് ഇതിന്റെ ഈ ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ട്? 3 സെന്റിമീറ്റർ ആണുള്ളത് അല്ലെ? ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ ഉള്ളത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോമ്പസില്ലേ, ആ കോമ്പസ് എടുത്തിട്ട് കറക്റ്റ് 3 സെന്റിമീറ്റർ മെഷർ ചെയ്യും. ഓക്കെ, 3 സെന്റിമീറ്റർ മെഷർ ചെയ്യും. എന്നിട്ട് ഈ അറ്റത്ത് നിന്നല്ലേ ആ 3 സെന്റിമീറ്റർ പോകുന്നത്. അപ്പൊ ഞാൻ നമ്മളുടെ ഈ അറ്റത്ത് കോമ്പസിന്റെ സൂചി പോലെയുള്ള ഭാഗം വെക്കും. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യുക? 3 സെന്റിമീറ്ററിൽ ഇതാ ഇങ്ങനെ വരയ്ക്കുക. ഒരു നമ്മളുടെ സർക്കിളിന്റെ പകുതി. ഇതിനെന്താ പറയാ അറിയോ? ചാപം എന്നാ പറയാ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയടാ. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു അറ്റത്ത് നിന്നിട്ടാണ് അല്ലെ? ഈ ഒരു അറ്റത്ത് നിന്നിട്ട് 6 സെന്റിമീറ്ററിൽ ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ നമ്മളുടെ കോമ്പസ് എടുക്കും. എന്നിട്ട് 6 സെന്റിമീറ്റർ മെഷർ ചെയ്യും. 6 സെന്റിമീറ്റർ ഇത്ര വരെയുണ്ട് 6 സെന്റിമീറ്റർ. എന്നിട്ട് എന്താ ചെയ്യുക? 6 സെന്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കും. ഓക്കെ, ഒരു ആർക്ക് അല്ലെങ്കിൽ ചാപം വരയ്ക്കും. അയ്യോ ഇവന്മാർ കൂട്ടിമുട്ടുന്നില്ല മിസ്സേ, അയ്യേ തോറ്റുപോയി എന്ന് പറയാ? ഇല്ല അല്ലെ? അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവനെ നിങ്ങൾ ആദ്യം വരച്ച ചാപല്ലേ, ആദ്യം വരച്ച ഈ ചാപം ഇവനെ കൂട്ടിമുട്ടുന്നത് വരെ എന്ത് ചെയ്യുക? ഇവനെങ്ങനെ നീട്ടി വരയ്ക്കുക. ഓക്കെ, റെഡി? അങ്ങനെ ഇവന്മാർ 2 ആളും കൂട്ടിമുട്ടി അല്ലെ? കൂട്ടിമുട്ടിയാൽ പിന്നെ ഒന്നും നോക്കണ്ടടാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റിലേക്ക് മക്കൾ എന്ത് ചെയ്യുക? ഇവിടുന്നും ലൈൻ വരയ്ക്കുക, ഇവിടുന്നും ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇത് 4 അല്ല, 6 ആയിരിക്കും. ഓക്കെ, സിമ്പിൾ. അപ്പൊ ഈ രീതിയിലാണ് 3 സൈഡ്സ് എന്നാൽ മക്കൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. ഒരു പ്രശ്നമില്ലല്ലോ? അടിപൊളിയല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോടാ അടുത്ത ക്വസ്റ്റ്യൻ. അതിലേക്ക് പോകുന്നതിന്റെ മുന്നേ മക്കളെ നിങ്ങൾക്കൊക്കെ കുറെ ആൾക്കാർക്കുള്ള പ്രശ്നമായിരിക്കും, മിസ് എങ്ങനെയൊന്നും പഠിപ്പിച്ചാൽ ഞങ്ങൾക്ക് പോരാ. ഞങ്ങൾക്ക് ബേസിക്സ് മുതൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കവർ ചെയ്ത് ഓരോന്നായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറയുന്നവരില്ലേ, അവർക്ക് ഇനിയും കാത്തു നിൽക്കാൻ സമയമില്ല കേട്ടോ. ഇത് നിങ്ങളുടെ അവസാനത്തെ ചാൻസ് ആണ് മക്കളെ. അവസാനത്തെ ചാൻസ് ആണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഓടിപ്പോയി നമ്മളുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ഇനിയും നിങ്ങൾ ലേറ്റ് ആക്കിയാൽ ഈ ഓഫറും പോവും, നമ്മളുടെ ചാപ്റ്ററും പോവും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് 2999 നമുക്ക് ബാച്ച് നിങ്ങൾക്ക് ഫീ വരുന്നത്. 3999 1000 രൂപ റിഡക്ഷനിലാണ് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. അപ്പൊ വെറുതെ നിങ്ങൾ ഈ ഒരു ചാൻസ് മിസ്സാക്കണ്ട കേട്ടോ. നമ്മളുടെ ചാപ്റ്റേഴ്സ് ഒക്കെ അങ്ങ് എത്തിപ്പോവും. അതുപോലെ എന്താവും? നമ്മളുടെ ഓൺ എക്സാമും കഴിയും, മാർക്കും പോവും, എല്ലാം കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഇപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഉമ്മനോടും ഉപ്പനോടും അച്ഛനോടും അമ്മനോടൊക്കെ ഓടിപ്പോയി പറഞ്ഞോ ഞങ്ങൾക്ക് സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഞങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേണം, ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എനിക്ക് പഠിക്കണം, അങ്ങനെ പറഞ്ഞിട്ട് വേണം
എന്ത് ചെയ്യാൻ? ജോയിൻ ചെയ്യാൻ. ഓക്കെ സാർ, അപ്പൊ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്ത് രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. യെസ്, സെറ്റ്. അങ്ങനെയെങ്കിൽ ഒരു ടൈപ്പ് ട്രയാങ്കിൾ വരയ്ക്കാൻ മിസ് പഠിപ്പിച്ചു തന്നു അല്ലെ. ഇനി അടുത്ത ടൈപ്പ് നോക്കിയടാ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് വൺ സൈഡ് ഇസ് 4 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ 40 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ഓൺ 2 ends ഓഫ് ദി സൈഡ്. ഒരു വശം 4 സെന്റിമീറ്ററും വശത്തിന്റെ രണ്ടറ്റത്തുമുള്ള കോണ് 40 ഡിഗ്രി 60 ഡിഗ്രി ആയിട്ടുള്ള ത്രികോണം വരയ്ക്കുക. അപ്പൊ ഇവരൊരു ത്രികോണം ഉണ്ട്. ആ ത്രികോണത്തിന് ഇവർ പറയാ ഒരു വശം 4 സെന്റിമീറ്റർ ആണ്. അതിന്റെ രണ്ട് അറ്റത്തുമുള്ള കോൺ എത്രയാണ്? 40ഉം 60ഉം. അതിന്റെ ഒരു അറ്റം ഇതാണ്, ഒരു അറ്റം ഇതാണ്. ഒരറ്റത്ത് 40 ഡിഗ്രിയാണ്, ഒരറ്റത്ത് 60 ഡിഗ്രിയാണ്. ഓക്കെ, ഇവനെയാണ് നിങ്ങളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാ വരയ്ക്കുക? സിമ്പിൾ. നമ്മൾ ഏത് കിട്ടിയാലും ആദ്യം വരയ്ക്കേണ്ടത് താഴത്തെ ഈ ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. എന്താണ്? 4 സെന്റിമീറ്ററിലെ ലൈൻ ഇല്ലേ, അത് ഞാൻ അങ്ങോട്ട് വരയ്ക്കുകയാണേ. അത് ഞാൻ അങ്ങോട്ട് വരയ്ക്കാം. യെസ്, 4 സെന്റിമീറ്ററിലെ ലൈന് ആദ്യം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക്. ഒരു പ്രശ്നമില്ലല്ലോ, 4 സെന്റിമീറ്ററിലെ ലൈന്. ഇനി നോക്കിയേടാ, എന്ത് പോകുന്നുണ്ട്? ഇവിടുന്ന് 40 ഡിഗ്രിയിൽ ഒരു ലൈന് പോകുന്നുണ്ട്, ഈ എൻഡിൽ നിന്ന് 60 ഡിഗ്രിയിലും ഒരു ലൈന് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് എടുക്കും? എങ്ങനെയാടാ കോണ് വരയ്ക്കുക? നമ്മളുടെ പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് അല്ലെ. നമ്മളുടെ പ്രൊട്രാക്ടർ, ഞങ്ങൾ പ്രൊക്കൂന്നാട്ടോ ഇതിനെ വിളിക്കല്. അപ്പൊ ഈ പ്രൊക്കൂന് എന്ത് ചെയ്യുക? ഇതിന്റെ പ്രൊക്കൂനെ വെക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? കറക്റ്റ് 40 ഡിഗ്രി. നോക്ക്, ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്ത് നിന്ന് 40 ഡിഗ്രി വരയ്ക്കാൻ പോവാണേ. ഇതിന്റെ നമ്മുടെ പ്രൊക്കൂന്റെ സെന്റർ എന്ത് ചെയ്യണം? ഇതിന്റെ എൻഡിൽ കൊണ്ടുപോയി വെക്കുന്നു. 0, 10, 20, 30, 40. 40ലൂടെ മിസ് എന്ത് ചെയ്യും? ഒരൊറ്റ ലൈൻ അങ്ങോട്ട് വരച്ചിടും. എവിടെ പോയി? യെസ്, ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഇനി എന്താണ്? 60 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് വെക്കുന്നു. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ നോക്കിയേ, ഇവിടെ വരെയാണ്. അപ്പൊ 60ലേക്ക് ഞാൻ എന്ത് ചെയ്യും? മറ്റൊരു ലൈനും വരയ്ക്കും. യെസ്, മറ്റൊരു ലൈനും വരയ്ക്കും. ഇതാ നോക്കിയേ, ഒരു കിടിലൻ ട്രയാങ്കിൾ കിട്ടിയില്ലേ. നിങ്ങൾക്ക് വേണ്ടാത്ത ഭാഗം എന്ത് ചെയ്യുക? നിങ്ങൾ മായ്ച്ചു കളയുക. വേണ്ട ഭാഗത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്തിട്ട് സെറ്റാക്കുക. സെറ്റല്ലേ? അടിപൊളിയല്ലേ? സിമ്പിൾ. അപ്പൊ ഇതുപോലെയാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. മൂന്നാമത്തെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞോ? യെസ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്കിക്കോ, മൂന്നാമത്തെ ട്രയാങ്കിൾ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 sides is 4 സെന്റിമീറ്റർ ആൻഡ് 8 സെന്റിമീറ്റർ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം is 60 ഡിഗ്രി. അതായത് നമ്മളോട് പറയാണ് രണ്ട് വശങ്ങൾ 4 സെന്റിമീറ്റർ, 6, 8 സെന്റിമീറ്റർ. യെസ്, നമ്മളുടെ രണ്ട് വശങ്ങൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ രണ്ട് വശങ്ങൾ 4 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. ഒരു വശം 4 ഒരു വശം 4, ഒരു വശം 8. ഇനി ഞാൻ പറയാണ് അതിന്റെ ഇടയിലുള്ള കോൺ, ഇവന്മാരുടെ ഇടയിലുള്ള കോൺ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഈ ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. വരച്ചു നോക്കാം അല്ലെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം എന്താ ചെയ്യുക? താഴത്തെ ലൈൻ അങ്ങോട്ട് 8 സെന്റിമീറ്ററുള്ള ആ വശം അങ്ങോട്ട് വരയ്ക്കൂ അല്ലെ. 8 സെന്റിമീറ്ററുള്ള വശം വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. എവിടെ പോയി? ഓക്കെ, 8 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ ടാസ്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 8 സെന്റിമീറ്ററിൽ വലിയൊരു ലൈൻ അങ്ങോട്ട് വരച്ചു. ഒരു പ്രശ്നമില്ലല്ലോ. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിളാണ്. ഇനി നോക്കിയടാ, ഇനി എന്താ അവിടെ ഉള്ളത്? 60 ഡിഗ്രിയിൽ ഒരു ലൈൻ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെ. 60 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 60 ഡിഗ്രി വരയ്ക്കാൻ ഞങ്ങൾക്ക് പ്രൊക്കൂനെ വേണം. അപ്പൊ പ്രൊക്കു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യൂടാ? ഈ ഒരു എൻഡിൽ വെക്കുന്നു. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതുവരെ. അപ്പൊ 60 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? 60 ഡിഗ്രിയിൽ പോകുന്ന ഇങ്ങനൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കും. നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക കേട്ടോ. ഇതിൻ്റെ പോലത്തെ സാമഗ്രികൾ നിങ്ങളുടെ കയ്യിലില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ച് അടിപൊളിയായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുത്തു. ഓക്കെ, പക്ഷെ ഈ ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇത് 60 ഡിഗ്രിയാണ് അല്ലെ. ഒരു സംശയവുമില്ല, ഇത് 60 ഡിഗ്രിയാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് വെറുതെ അങ്ങ് വരച്ചാൽ പോരാ, ഇതിന്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. ഈ 60 ഡിഗ്രി വെറുതെ ഒരു ലൈൻ പോരാ, ആ ലൈനിന് 4 സെന്റിമീറ്റർ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് 4 സെന്റിമീറ്റർ എവിടാ നോക്കുന്നു. നോക്ക്, 4 സെന്റിമീറ്റർ എവിടാണ്? ദിവട വരെയാണ് മിസ്സേ. ദിവട വരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ഭാഗം എന്താക്കുക? നിങ്ങൾ മായ്ച്ചു കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഒരു നിങ്ങൾ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് 4 സെന്റിമീറ്ററിലേക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കാം. ഇത് 4 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു ലൈൻ വരച്ചു. ഒരു പ്രശ്നവുമില്ലല്ലോ. അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഈ 3 ടൈപ്പ് ഓഫ് ട്രയാങ്കിളും വരയ്ക്കാൻ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യൂലേ? അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. അത്രയും ഈസിയാണ് നമ്മളുടെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മളുടെ ഓൺ എക്സാമിനാകെ 4 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇത്രയും ചെറിയ സമയം കൊണ്ട് പഠിച്ചു വെച്ചത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ നമ്മളുടെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓൾസോ നിങ്ങൾ മറക്കണ്ട, നമുക്ക് ഓൺ എക്സാം കളറാക്കണമെങ്കിൽ നമുക്ക് ഓൺ എക്സാം നമ്മുടെ എജുപോർട്ടിന്റെ മക്കൾ കളറാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ. അപ്പോൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യണം, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ മറക്കണ്ട, താഴെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് അടുത്ത വീഡിയോയിൽ കാണാം. ദെൻ ബൈ.